സ്നേഹമുള്ളവരെ, ഇന്നലെ ഒന്നാം ദിവസം മംഗളവാർത്ത തിരുനാളിൻ്റെ പ്രാർത്ഥന ഒരുക്ക ദിനമായിരുന്നു. അതിന് ഞാൻ ഈ 9 ദിവസവും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന വിട്ടിട്ടുണ്ട്. അത് നോക്കി എല്ലാവരും ചൊല്ലണമേ എന്ന് അപേക്ഷിക്കുന്നു. എന്താണ് ഈ സിസ്റ്റർ പരിശുദ്ധ മംഗളവാർത്ത മാതാവേ എന്ന് വിളിക്കുന്നതെന്ന് നമ്മളറിയാതെ തന്നെ നമ്മുടെ പൂർവികർ, നമ്മുടെ സഭാപിതാക്കന്മാർ മംഗളവാർത്തയുടെ രഹസ്യം മനസ്സിലാക്കി ചൊല്ലാൻ വേണ്ടിയിട്ട് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും കുരിശുമണി അടിക്കുന്നുണ്ട്. കുരിശുമണിയുടെ രഹസ്യം എന്താ? നമുക്ക് അത് ചിന്തിച്ചാൽ മനസ്സിലാകില്ലേ? ഇതാ കർത്താവേ നിൻ്റെ ദാസി എന്ന് പറയുന്ന പരിശുദ്ധ അമ്മയെ ഓർക്കുകയാണ്. പരിശുദ്ധ അമ്മയോട് ഗബ്രിയേൽ ദൂതൻ വചനം പറഞ്ഞത്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ദൂതറിയിച്ചത് ഓർമ്മിക്കുകയാണ് ഒന്നാമത്തെ നന്മ നിറഞ്ഞ ഉറയും ചൊല്ലിക്കൊണ്ട്. രണ്ടാമതാണ് ഇതാ കർത്താവേ നിൻ്റെ ദാസി എന്ന് പറയുന്നത്. മൂന്നാമതോ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. പിന്നെ നമ്മൾ ചൊല്ലുന്നത് കുരിശിൻ്റെ വഴിയിൽ അവൻ സഹിച്ച പാടുപീടുകൾ, കുരിശുമരണം, ഇതിലൂടെയൊക്കെ നമ്മൾ മഹത്വം പ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവീശ്വരൻ്റെ പരിശുദ്ധ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ, അല്ലേ? നമ്മുടെ പൂർവീകർ മുതൽ തിരുസഭയുടെ ആരംഭം മുതൽ ചൊല്ലിവരുന്ന ഒരു പ്രാർത്ഥനയാണ്. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് പോയി. കുരിശുമണി യന്ത്രമാണ് ഇപ്പോൾ. മറ്റേ ആളുകൾ മണിയടിക്കുകയും അതുപോലെ ചൊല്ലുകയും ചെയ്യുമായിരുന്നു. ഇപ്പോൾ അതൊന്നും ഇല്ല. അതൊക്കെ യന്ത്രത്തെ ഏൽപ്പിച്ചിരിക്കുക. കൃത്യം സമയമാക്കി വെച്ചിട്ട് ആ സമയത്ത് ചെല്ലും. ചില പള്ളികളിൽ അതൊന്നും ഇല്ല. അപ്പോൾ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഈ മംഗളവാർത്തയുടെ സ്വരം പരിശുദ്ധ അമ്മ എങ്ങനെ ശ്രവിച്ചു, എങ്ങനെ രക്ഷാകര ചരിത്രം നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുന്നു എന്നുള്ളത് നമ്മൾ സ്മരിച്ച് ദൈവത്തിന് നന്ദി പറയുകയും ആ വാഗ്ദാനങ്ങൾക്ക് നമ്മൾ യോഗ്യരാകാൻ പരിശുദ്ധ അമ്മയെ മാധ്യസ്ഥം വഹിച്ച് ഞങ്ങൾക്ക് ആ യോഗ്യത മേടിച്ച് തരണമേ എന്ന് അമ്മയോട് പറയുക. എത്രയോ വലിയ പ്രാർത്ഥന ഇന്നും തുടരുന്നു. സ്വർഗദൂതൻ പറഞ്ഞ ആ വചനങ്ങളാണ് നമ്മൾ എന്നും ഓർമ്മിക്കാൻ വേണ്ടി തിരുസഭ മാതാവ് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു എന്ന് പറയുന്നത്. നന്മ നിറഞ്ഞ മറിയമേ, അല്ലെങ്കിൽ ചിലർ പറയും കൃപ നിറഞ്ഞ മറിയമേ. അത് ദൂതൻ വിളിച്ചതാ. സ്വർഗത്തിൽ നിന്ന് പോന്നപ്പം അവിടെ നിന്ന് ഈശോ അല്ലെങ്കിൽ ദൈവം കൊടുത്ത ഒരു അറിവാണ് ദൂതന്. നന്മ നിറഞ്ഞവൾ, അതെ, നന്മ നിറഞ്ഞവളായി ഉത്ഭവ പാപമില്ലാതെ ജനിക്കുവാൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം അവളെ ഒരുക്കി. അതുകൊണ്ട് അവൾ നന്മ നിറഞ്ഞവളാണ്, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ യോഗ്യതയുള്ളവളാണ് എന്ന് അവിടത്തേക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് ദൂതനോട് പറഞ്ഞു, കൃപ നിറഞ്ഞവളെ സ്വസ്തി, അല്ലെങ്കിൽ നന്മ നിറഞ്ഞവളെ സ്വസ്തി എന്ന് സംബോധന ചെയ്തുകൊണ്ട് നീ വിവരം അറിയിക്കണം. അങ്ങനെ ദൂതൻ വന്ന് പരിശുദ്ധ അമ്മയെ ഈ വിവരം അറിയിക്കുകയാണ്. പരിശുദ്ധ അമ്മയ്ക്ക് ഏതാണ്ടൊക്കെ പിടികിട്ടി. വലിയ അറിവില്ലേലും പൂർവ്വപിതാക്കന്മാർ, പുരോഹിതന്മാർ, അവരോടൊക്കെ കൂടിയാണ് പരിശുദ്ധ അമ്മ ജീവിച്ചത്. അപ്പോൾ അവരൊക്കെ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്. പഴയ നിയമഗ്രന്ഥങ്ങളിലെ പ്രവാചകന്മാർ വരാനിരിക്കുന്ന പുത്രനെക്കുറിച്ച്, ഈശോയെക്കുറിച്ച്, രക്ഷകനെക്കുറിച്ചൊക്കെ പറഞ്ഞത് അതൊക്കെ മനസ്സിലുണ്ട്. അതുകൊണ്ട് ആ ശബ്ദം കേട്ടപ്പോൾ തന്നെ ഒന്ന് പേടിച്ചെങ്കിലും ഞാൻ അതിന് യോഗ്യയല്ലല്ലോ എന്നാണ്
പരിശുദ്ധ അമ്മയെ പേടിപ്പിച്ച കാര്യം. ഇതിന് യോഗ്യതയില്ലാത്തവൾ എങ്ങനെ ഇത് സംഭവിക്കും എന്നിലൂടെ? അവൾ ചോദിക്കുക. പുരുഷനെ അറിയുമില്ല, ഞാൻ അങ്ങനത്തെ ഒരു കാര്യത്തിലേക്ക് ഇടപെട്ടിട്ടില്ല. അവളുടെ പരിശുദ്ധി അവൾ അവിടെ വിളിച്ചറിയിക്കുകയാണ്. എന്നാലും പ്രിയപ്പെട്ടവരെ, ഈ ദൂതന് ഒരു വിഷമവും തോന്നിയില്ല. ഈ മറിയം പരിശുദ്ധ അമ്മ വിശ്വസിക്കാതിരുന്നപ്പോൾ വിഷമം തോന്നുന്ന അവസരം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇവിടെ പരിശുദ്ധ അമ്മ സമ്മതിക്കാതിരുന്നപ്പോൾ, അല്ലെങ്കിൽ സംശയിച്ചപ്പോൾ, ഇതെങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞപ്പോൾ ഒരിക്കലും ഒരു അപാകതയായിട്ടോ അല്ലെങ്കിൽ അവിചാരിതമായ ഒരു വാക്കുകളായിട്ടോ സംഭവമായിട്ടോ ദൂതന് തോന്നിയില്ല. ദൈവത്തെ അവിശ്വസിച്ചതാണെന്ന് തോന്നിയിട്ടില്ല. ഒന്നും കൂടി ഈ മകൾക്ക് വ്യക്തത കൊടുക്കുകയാണ്. നിൻ്റെ ഇളയമ്മയായ എലീശ ഇപ്പോൾ 6 മാസമാണ്. അത് ദൈവം ചെയ്തതാണ് ഈ പ്രായത്തിൽ. അപ്പം അത് സംഭവ്യമല്ല എങ്കിലും ഒരടയാളമായിട്ട് കൊടുക്കുകയാണ്. മലമ്പ്രദേശത്ത് കൂടി യാത്ര ചെയ്തു അങ്ങ് ദൂരെയുള്ള എലീശയെ കാണാൻ പോകുന്നതുമൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇതൊരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് പോകാതിരിക്കുവാൻ ഒരു ദൈവനിർദ്ദേശം പോലെ വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഉപകാരസ്മരണയുടെ സമയത്ത് എന്നോട് സംസാരിക്കുകയായിരുന്നു. പരിശുദ്ധ മംഗളവാർത്ത മാതാവേ എന്ന് പേരിട്ടുകൊണ്ട് ഈ മാതാവിനോട് പ്രാർത്ഥിക്കണമെന്ന്. ആ മാതാവിനെ ദർശനത്തിലൂടെ കാണാനായിട്ടിടയായി. അത് അടി മുതൽ മുകൾ വരെ ഓരോന്നും പറഞ്ഞു തന്ന് ആ അമ്മയെ പരിശുദ്ധ മംഗളവാർത്ത മാതാവേ എന്ന് സംബോധന ചെയ്യണം എന്ന് പറഞ്ഞ് അന്നു മുതൽ ഞാൻ ആ പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. തനിയുമല്ല, ഒരു പ്രാർത്ഥന എൻ്റെ മക്കൾക്ക് എഴുതി കൊടുക്കണം. ദുരിതമനുഭവിക്കുന്ന എൻ്റെ മക്കൾക്ക് ഈ പ്രാർത്ഥന എഴുതി കൊടുക്കുമ്പോൾ അവരെ ഞാൻ ആശ്വസിപ്പിക്കും എന്നായിരുന്നു കർത്താവ് പറഞ്ഞത്. ഇനി ഞാൻ അടുത്ത ദിവസം ബാക്കി കാര്യങ്ങൾ പറഞ്ഞുകൊള്ളാം. അതുകൊണ്ട് ഏറ്റവും വിശ്വാസത്തോടെ നിങ്ങൾ ഈ പ്രാർത്ഥന ചൊല്ലണം. ഈ പ്രാർത്ഥന കേട്ട് ഈ പ്രാർത്ഥന കിട്ടിയവരെല്ലാം ഒരുപാട് അനുഗ്രഹങ്ങൾ പ്രാപിച്ചവരാണ്. ആന്തരിക സൗഖ്യം, ആന്തരിക വളർച്ച അവർക്കുണ്ടായിട്ടുണ്ട്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. കാനായിൽ കല്യാണ നാളിൽ കഥനമകറ്റിയോരമ്മേ, ഇന്നീ മക്കൾ തൻ കണ്ണീർ തുടയ്ക്കാൻ അണയണേ ദൈവമാതാവേ. സ്തോത്രം ദേ, സ്തോത്രം ദേ, ആവേ മാരിയ. സ്തോത്രം ദേ, സ്തോത്രം ദേ, ആവേ മാരിയ.